ക്രിസ്ത്യാനികൾക്കിടയിൽ കാര്യമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന തട്ടിൽ പിതാവിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കേട്ടതിന് ശേഷം ഇതിങ്ങനെ തന്നെ മുറിച്ചും പൂർണ്ണമായും സോഷ്യൽ മീഡിയയിൽ ക്രൈസ്തവർക്കിടയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ കാര്യമായ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം കേട്ടതിന് ശേഷം കാര്യത്തിലേക്ക് വരാം. നമ്മുടെ കേരള സഭയിൽ ഇപ്പോൾ ഒരുപാട് പുകിലുകൾ നടക്കുന്നുണ്ട്. ഭൂമി വിവാദം, പള്ളിപ്പണി വിവാദം, നേർച്ച ഭണ്ഡാരങ്ങളുടെ വിവാദം, പെരുന്നാൾ ആഘോഷങ്ങളുടെ വിവാദം. നമ്മൾ രോഗഗ്രസ്തമാണ്. ക്യാൻസറിൻ്റെ ആദ്യ സ്റ്റേജിൽ രോഗം ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, കേരള സഭയ്ക്ക് ഇനി എത്ര നാൾ ഭാവിയുണ്ട്? നമ്മുടെ ചെറുപ്പക്കാരെ നമ്മൾ നകന്നു പോകല്ലേ? നമ്മുടെ സഭകളിലെ സ്കാൻഡലുകൾ കണ്ട് നമ്മുടെ ചിന്തിക്കുന്ന തലമുറ നമ്മിൽ നിന്ന് അകലം പാലിക്കുകയല്ലേ? ഇത് സാരമാക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഫലം എന്താ ഉണ്ടായെന്നറിയാമോ? ഇന്ന് ഞങ്ങളുടെ പള്ളികൾ കാലിയാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾ ദാമ്പത്യ ജീവിതം നിലനിൽക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ് സൗകര്യം പോലെ വിട്ടുപോകുക. കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നില്ല. ചെറുപ്പക്കാർക്ക് വേദപാഠമില്ല. യുവാക്കൾ ആരും തന്നെ പള്ളിയിൽ കയറുന്നില്ല. ദൈവവിളികളില്ല. ഞങ്ങളുടെ ആശ്രമങ്ങൾ കാലിയാണ്. നമുക്ക് തിരുത്തണം മക്കളെ. ഇവിടെ അഭിമന്യ പിതാവ് പറഞ്ഞതിനോട് ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ കഴിഞ്ഞ 27 വർഷമായി കർത്താവിൻ്റെ കൃപയാൽ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ചില സാധാരണ ചിന്തകൾ കൂടി ഒന്ന് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ, 30 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് ഇപ്പോൾ അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ രോഗത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം ഒന്ന് പങ്കുവെക്കട്ടെ. ഒന്നാമതായി തോന്നിയത് ഭക്തമാർഗം അഥവാ ഒരാൾക്കൂട്ടമായി ക്രിസ്ത്യാനിറ്റി മാറിയിരിക്കുന്നുവെന്നുള്ളതാണ്. ഭക്തിമാർഗവും ഭക്തമാർഗവും തമ്മിലുള്ള വ്യത്യാസം ക്രിസ്ത്യാനിറ്റിക്ക് നഷ്ടപ്പെട്ടു പോയി. ഭക്തമാർഗം എന്ന് പറയുന്ന എല്ലാ മതങ്ങളിലുമുണ്ട്. ഇവിടെ തുറവിയുള്ള ധ്യാനഗുരുക്കന്മാർ തന്നെ നിശിതമായി വിമർശിക്കുന്ന സമൃദ്ധിയുടെ സുവിശേഷം അഥവാ ലോത്തിൻ്റെ പാത എന്ന് വേണേൽ ആലങ്കാരികമായി പറയാം. അബ്രാഹവും ലോത്തും തമ്മിൽ പിരിയുമ്പോൾ ലോത്ത് സമതലം തിരഞ്ഞെടുക്കുക, സമൃദ്ധിയുടെ സമതലം. ദൈവത്തിലായിരിക്കുകയും പള്ളിപ്പോക്കും പ്രാർത്ഥനയും നടത്തുകയും ചെയ്യുന്നത് ശിക്ഷിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയും രക്ഷപ്പെടുന്നതിന് വേണ്ടിയും കാര്യസാധ്യത്തിന് വേണ്ടിയുമാകുന്ന ഒരുതരം കൊടുക്കൽ വാങ്ങലായി ഭക്തമാർഗമായി ക്രിസ്തീയത തരംതാണ് പോയി എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായി ഒന്ന് തോന്നുന്നത്. ഭക്തിമാർഗം സാക്ഷികളെ സൃഷ്ടിക്കുമ്പോൾ ഭക്തമാർഗം ആൾക്കൂട്ടത്തെയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നാളുകളിലൊക്കെ നമ്മുടെ പ്രതികരണങ്ങളിലേക്ക് നോക്കിക്കേ, ക്രിസ്തീയ പ്രതികരണങ്ങളിലെ ക്രിസ്തീയതയില്ലായ്മ എന്തുമാത്രമാണ് ഈ നാളിൽ. സമ്പൂർണ്ണ ശുശ്രൂഷകർ എന്ന് അവകാശപ്പെടുന്നവരുടെ പോലും പ്രതികരണങ്ങളിൽ ക്രിസ്തീയതയില്ല. വിഭാഗീയത വിതയ്ക്കുകയാണ്. വെറുപ്പിൻ്റെയും ഭയത്തിൻ്റെയും പൊതുബോധം സൃഷ്ടിക്കുന്ന പൂർണ്ണസമയ ശുശ്രൂഷകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലേഖനങ്ങളിലൂടെ, വീഡിയോകളിലൂടെ. അതോടൊപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് വന്നിട്ടോ യാതൊരു മടിയുമില്ല പരസ്പരം വഴക്കുണ്ടാക്കുവാനും ഒരു മാറ്റവുമില്ലാതെ ഇന്നലെയും പള്ളിയിൽ പോയി, ഇന്നും പള്ളിയിൽ പോയി, നാളെയും പള്ളിയിൽ പോകും, അല്ലെങ്കിൽ നാളെ ആരാധനയ്ക്ക് പോയി ശുശ്രൂഷകളിൽ പങ്കെടുക്കും. യാതൊരു പേടിയുമില്ല. കാരണം ക്രിസ്ത്യാനിറ്റിയെ ഒരു ഭക്തമാർഗമാക്കി നമ്മൾ മാറ്റി എന്നുള്ളതാണ്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തു. അവരുടെ ഇടയിൽ ദരിദ്രരില്ലായിരുന്നു, സാക്ഷികളായിരുന്നു. എല്ലാവർക്കും അവർ പ്രീതികരമായ രീതിയിൽ ജീവിച്ചുവെന്ന് അപ്പസ്തോല പ്രവർത്തികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയെ ഒരു മതമാക്കി ഞാനും നിങ്ങളും നമ്മൾ മാറ്റി എന്നുള്ളതാണ്, തരം താഴ്ത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അഭിമന്യ പിതാവ് ഇത്തരത്തിൽ വിലപിക്കേണ്ടി വരുന്നത്. വെറും മതമാക്കി നമ്മൾ മാറ്റി. മതങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തുണ്ട്? കുറ്റമുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, ആരാധനയുണ്ട്. മതങ്ങളുടെ പ്രത്യേകതയാണത്. അപ്പം ആ രീതിയിലുള്ളതായ രക്ഷയും ശിക്ഷയും ആരാധനയും എല്ലാ മതങ്ങളിലും കാണപ്പെടുന്നത് പോലെ മാത്രമേ ക്രിസ്ത്യാനിറ്റിയും ഉള്ളൂവെന്ന് മറ്റുള്ളവർക്ക് ധരിക്കാൻ തക്ക വിധത്തിൽ, വിശ്വാസികളിൽ ഒരു ബോധ്യമുണ്ടാക്കാൻ തക്ക വിധത്തിൽ നമ്മളും മറ്റൊരു മതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ രക്ഷയും ശിക്ഷയും ആരാധനയും എന്ന് പറഞ്ഞ പൊതു സ്വഭാവമുണ്ട്. അവിടെ എന്തു പറ്റി? ക്രിസ്ത്യാനിറ്റിയുടെ സവിശേഷത നമ്മൾ നഷ്ടപ്പെടുത്തിക്കളെ. ദി എക്സ്ക്ലൂസീവ്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇനി മറ്റൊന്നാണ് രക്ഷകനും ദൈവവും, മാർഗവും സ്വർഗവും ലക്ഷ്യവും എന്ന് പറയുന്നത്. അതും എല്ലാ മതങ്ങളിലും ഉണ്ട്. ദൈവത്തിലേക്ക് ഏതെങ്കിലും വഴി, അവിടെയുണ്ട് സ്വർഗം. ഭക്ഷണവും പാനീയങ്ങളും സെക്സും ഉള്ള നിരന്തരമായ സ്വർഗം, അതിലേക്കൊരു മാർഗം. പല രീതിയിലുള്ള സ്വർഗവും പല രീതിയിലുള്ള മാർഗവും എല്ലാ മതങ്ങളിലുമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിറ്റിയെ നമ്മൾ ഒരു മാർഗവും ഒരു ലക്ഷ്യവുമാക്കി മാറ്റി.
രണ്ട് രീതിയിലും ക്രിസ്ത്യാനിറ്റിയുടെ അനന്യത സവിശേഷത നഷ്ടപ്പെടുന്നതിൽ എൻ്റെയും നിങ്ങളുടെയും പങ്ക്, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴയെന്ന് നമ്മൾ അടിയന്തരമായി ഇടിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ലക്ഷണങ്ങൾക്കാണ് ചികിത്സിക്കുന്നത്. ആഡംബരങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷണങ്ങളെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. അടിസ്ഥാന കാരണങ്ങളിൽ തോന്നിയ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഒന്ന്, ഭക്തമാർഗം ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്നത്. രണ്ട്, മതമാക്കി മാറ്റി മറ്റു മതം പോലെ ഒരു മതമാക്കി കഴിയുമ്പോൾ എങ്ങനെയും ജീവിച്ചാൽ മതി. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചിന്തയിലേക്ക് കടന്നു വന്നത്. അതായത് സാർവത്രികവൽക്കരിക്കുക അഥവാ സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു സഭ, അതിന് ഫലം ചൂടുക സാധ്യമല്ല. സാമാന്യവൽക്കരിക്കപ്പെട്ടു പോയ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ഫലം ചൂടുക സാധ്യമല്ല. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് സംസാരിച്ച ഒരു പ്രിയപ്പെട്ട വൈദികൻ എന്നോട് പങ്കുവെക്കുകയുണ്ടായി. ക്ലോക്ക് എന്തിനാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ സമയം അറിയാൻ. എന്നിട്ട് ആ പ്രിയപ്പെട്ട വൈദികൻ ചോദിച്ചു, പിന്നെ സഭ എന്തിനാണ്? ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനെ കൊടുക്കാൻ. അത് തന്നെ. ഒരു ക്ലോക്കിൻ്റെ ഘടനയെല്ലാം നമ്മൾ തൂത്ത് തുടച്ച് വെടിപ്പാക്കി വെക്കും. അല്ലെങ്കിൽ ക്ലോക്കുകൾ എല്ലായിടത്തും ഉണ്ട്, വിവിധങ്ങളായ കമ്പനികളുടെ ക്ലോക്കുണ്ട്. പക്ഷേ ഏറ്റവും കൃത്യവും വ്യക്തവുമായി എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ക്ലോക്കിൻ്റെ വ്യക്തത, സവിശേഷത, അത് ക്രിസ്തുവിനെ കൊടുക്കുവാനാണ്. അല്ലാതെ മറ്റു മതം പോലെ ഒരു മതമാകാനോ മറ്റു മാർഗം പോലെ ഒരു മാർഗമാകുവാനോ പീഡിപ്പിക്കുന്നവരെ ചീത്ത വിളിക്കുവാനോ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങളുണ്ടായില്ലെങ്കിൽ അതിനോട് രൂക്ഷമായി പ്രതികരിക്കുവാനോ ഒന്നും ക്രിസ്ത്യാനിറ്റിയുടെ അവകാശമില്ലല്ലോ. കൃത്യമായ മാതൃക ക്രിസ്തുവിനും അപ്പസ്തോലന്മാരിലുമുണ്ട്. പിന്നെ ക്രിസ്തു ഒരിക്കലും ഓടി ഒളിച്ചിട്ടില്ല, സമഗ്രതയാണ് മുമ്പോട്ട് വെച്ചത്. ഹെറോദോസ് തെറ്റ് ചെയ്തപ്പോൾ ഹെറോദോസിനെ കുറുക്ക എന്ന് വിളിച്ചു. ക്രിസ്തുവുമായി ഉള്ള കൂടിക്കാഴ്ചയിൽ ഒരു വ്യക്തി അവളുടെ ജീവിതം സമഗ്രതയിലേക്ക് വരും. നമ്മളിത് ഓരോ കമ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് ക്രിസ്തുവിനെ കൊടുക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, വേറിട്ട വിളി വേറിട്ടാണ്. പക്ഷേ വിളിയിലേക്ക് നമ്മളെ നയിക്കുന്നത് ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയാണ്. കൃത്യമായി അറിയുന്നു, അറിവിൽ നിന്ന് അടുപ്പമുണ്ടാകുന്നു, അടുപ്പത്തിൽ നിന്ന് ക്രിസ്തുവുമായ സാദൃശ്യത്തിലേക്കാകുന്നു. അതാണല്ലോ യോഹന്നാൻ ക്രൂസ് പിതാവ് പഠിപ്പിക്കുന്നില്ലേ? ഭക്തിയുടെ ലക്ഷ്യം എന്താണ്? ഭക്തിയുടെ കേന്ദ്രമായ ക്രിസ്തുവുമായി സാദൃശ്യമുളവാക്കുക എന്നുള്ളതാണെന്ന് യോഹന്നാൻ ക്രൂസ് പിതാവ് കർമ്മലമലയേറ്റം ഇരുണ്ട രാത്രി എന്ന പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിതെല്ലാം മറന്നു പോവുകയാണ്. അതുകൊണ്ട് ലോകത്തിൽ ധാരാളം സമയമറിയിക്കുന്ന ക്ലോക്കുകളും വിവിധ കമ്പനികളുടെ ക്ലോക്കുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. ക്രിസ്ത്യാനി മറ്റു മതങ്ങളുള്ള പോലെ ഞങ്ങളൊരു മതമല്ല, മറിച്ച് വ്യത്യാസമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിൽ, വിശ്വാസികളെ പരിശീലിപ്പിക്കുന്നതിൽ നമുക്കുണ്ടായ പരാജയമാണ്. അപ്പോൾ ഭക്തമാർഗം കൊണ്ട് റീപ്ലേസ് ചെയ്തു. ക്രിസ്ത്യാനിറ്റിയെ മറ്റൊരു മതം പോലെ മതമാക്കി മാറ്റി. യൂറോപ്പിലോട്ട് നോക്കിക്കോ. യൂറോപ്പിന് പറ്റിയ അപജയം എന്താണ്? ക്രിസ്ത്യാനിറ്റിയുടെ ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന യൂറോപ്പിനെ ഇന്ന് എല്ലാവരും പോകാൻ പറ്റുന്ന ഇടമാക്കി മാറ്റിയത് ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പം ക്രിസ്ത്യാനിറ്റിയുടെ ഗുണഗണങ്ങളെ എടുത്തു, ക്രിസ്തുവിനെ മാറ്റിവെച്ചു. മറ്റു ചില സഭകളിലേക്ക് നോക്കിയാലോ, ഭക്തമാർഗത്തെ എടുത്തു, ഭക്തിയെ ഒഴിവാക്കി. ഇത് സംഭവിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിക്കാൻ മറന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, വിധിയാളനായ ക്രിസ്തുവിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല. വിധികർത്താവായ ക്രിസ്തു, ദൈവമെന്ന രീതിയിൽ, രക്ഷകരെന്ന രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തുകയും ദിവസവും ആരാധിക്കുകയും ചെയ്യുക. എന്നിട്ട് പറയുകയാണ്, നീ അവിടെ ഇരുന്നോ, ഞങ്ങൾ ആരാധിച്ചോളാം, നാളെയും വന്ന് ആരാധിക്കാം. നമ്മൾ സ്ഥിരം പറയുക, ഞാനും നിങ്ങളും ഞായറേയും വരാം കേട്ടോ, രാവിലെയും വരാം വൈകുന്നേരവും വരാം, നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഞങ്ങൾ രാവിലെ അവിടെ ഒരുമിച്ച് ആരാധിക്കാം, വൈകുന്നേരം വീട്ടിലും ആരാധിക്കാം. ഒരു പേടിയും പേടിക്കേണ്ട, കർത്താവെ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ ആരാധിച്ചോളാം, രക്ഷകനും ദൈവവും എന്ന കാര്യം ഞങ്ങൾ ഒരു കുറവും വരുത്തിയാല എന്ന് പറയുകയാണ്. അതുകൊണ്ടാകാമല്ലോ നമ്മുടെ കർത്താവ് പറഞ്ഞത്, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയോ, ഞങ്ങൾ അവിടെ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ലേ, ഞങ്ങൾ ഈ രോഗശാന്തി ചെയ്തില്ലേ, ഞങ്ങൾ പിശാചുക്കളെ ഓടിച്ചില്ലേ, ഞാൻ അറിയാലെന്ന് പറഞ്ഞില്ലേ. ഇതിൽ വലിയ ദുരന്തമല്ലേ ഇത് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കുടുംബങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ടല്ലേ 45 വയസ്സിന് താഴേക്കുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ നകന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം 80-80 വയസ്സിലേക്ക് കയറിയ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളിനോട് പങ്കുവെക്കുകയുണ്ടായി, എനിക്കും ഇപ്പോൾ പള്ളിയിൽ പോകാൻ മടിയായി തുടങ്ങിയെന്ന്. എതിർസാക്ഷ്യങ്ങൾ കാണുകയാണ്. അനീതി വർദ്ധിക്കുന്നില്ല, പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും. യഥാർത്ഥത്തിൽ നീതിരാഹിത്യം വർദ്ധിക്കുന്നതിനാൽ സാക്ഷ്യമില്ലായ്മ മൂലം എന്നുള്ളതല്ലേ അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി ആന്തരികമായ സത്തയെ, മൂല്യത്തെ നശിപ്പിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലന്റെ മുന്നറിയിപ്പ് അതല്ലേ. യെശയ്യായിലൂടെ പറഞ്ഞില്ല, നിങ്ങളെനിക്ക് സാക്ഷികളാണ്. നമുക്ക് നഷ്ടപ്പെടുത്തി കളയുകയാണ്. അപ്പോൾ ക്രിസ്തു ശരിക്കും തിരുവചനത്തിൽ നമുക്ക് കാണുന്ന അപ്പോസ്തല പ്രവൃത്തികൾ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു.
ഭയാനകമായ ഒരു വചനമല്ലേ, വചനപ്രഘോഷണമല്ലേ അപ്പസ്തോലൻ നടത്തിയിരിക്കുന്നത്? ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കുവാൻ ക്രിസ്തു വിധികർത്താവായി കടന്നു വരുമെന്ന് പറയുവാൻ, എന്നോട് പറയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തു അനുകരണീയമായ ഒരു മാതൃകയും വിധിയാളനുമാണ് എന്ന് എൻ്റെ കുടുംബത്തോട് പ്രസംഗിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതല്ലേ പ്രശ്നം. രക്ഷകനായും ദൈവവുമായും മാത്രം നമ്മൾ ക്രിസ്തുവിനെ ഒതുക്കുകയാണ്. എന്നാൽ ഈ പ്രസംഗം നടത്തിയാൽ ഒന്നുകിൽ ഒട്ടുമിക്കവരും വിശ്വാസം വിട്ട് സ്ഥലം വിടും, അതല്ലെങ്കിൽ ആത്മാർത്ഥമായി ചേർന്ന് നിൽക്കും. വിട്ടു പോവില്ല. കാരണം നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകയാൽ അവിടുന്ന് പ്രവർത്തിക്കും. സുവിശേഷത്തെ അതിൻ്റെ സത്യസന്ധതയിൽ നമ്മൾ പ്രസംഗിക്കുന്നില്ല. ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് ആലങ്കാരികമായിട്ട് ധൂർത്തപുത്രൻ്റെ ഉപമയെടുത്തിട്ട്, വെതക്കാരൻ്റെ ഉപമയെടുത്തിട്ട്, പഴയ നിയമത്തിലെ ബലിയെടുത്തിട്ട്, പുതിയ നിയമത്തിലെ ബലിയെടുത്തിട്ട് ആർക്കും ദ്രോഹമില്ലാത്ത രീതിയിൽ പ്രസംഗിക്കുകയാണ്. അതല്ലെങ്കിൽ സൗഖ്യം മാത്രം പ്രസംഗിക്കുകയാണ്, വേണ്ട എന്നുള്ളതല്ല. പക്ഷേ അതിൻ്റെ കൂടെ സമഗ്രമായ കർത്താവ് കൊടുത്തതുപോലെ, അപ്പസ്തോലൻ പറയുന്നത് പോലെ കട്ടി ആഹാരം കൂടി ചേർത്ത് വെക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. എല്ലാ കാലവും നമ്മൾ ഈ പറയുന്ന വളർത്തുകോഴികളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഒരു മനുഷ്യൻ വഴി, താൻ നിയോഗിച്ചിരുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികളിൽ പറയുകയാണ്, ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസ് എറിഞ്ഞു കൊല്ലപ്പെടാൻ കാരണമെന്താ? അവൻ സ്വർഗത്തിലേക്ക് നോക്കി, എന്നിട്ട് രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ അവർ പല്ലിറുമി ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ്? വിധിയാളനായ ക്രിസ്തുവിനെ, ദാനിയേലിൻ്റെ പ്രവചനങ്ങളിൽ പറഞ്ഞ ക്രിസ്തുവിനെക്കുറിച്ച് സ്തെഫാനോസ്, അപ്പസ്തോലന്മാർ, ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ടല്ലേ അവർക്ക് പീഡനങ്ങളേക്കേണ്ടി വന്നത്. ആ പീഡനങ്ങളെക്കുറിച്ച് അവരാരെയും ചാപ്പ് കൊത്തുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യുന്ന നമ്മൾ കാണുന്നില്ല. പീഡനങ്ങളോടുള്ള പ്രതികരണങ്ങൾ പോലും ഉപവാസവും പ്രാർത്ഥനയുമാണ്. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനിറ്റി ഭക്തമാർഗമായി, ക്രിസ്ത്യാനിറ്റി ഒരു മതമായി ഞാനും നിങ്ങളും നമ്മളും തരം താഴ്ത്തുകയാണ്. അപ്പോൾ ഒന്നും വ്യത്യസ്തത വേണ്ട, സവിശേഷത വേണ്ട. ഇതുതന്നെയല്ലേ നമുക്കറിയാം, വിചാരണ വേളയിൽ പ്രധാന പുരോഹിതൻ തൻ്റെ വസ്ത്രം വലിച്ചു കീറിയത് എന്തിനാ? ദാനിയേൽ പ്രവചിച്ച വിധിയുടെ മാനദണ്ഡം, വിധി മുഴുവൻ മനുഷ്യപുത്രനെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, അതിനെ അന്വർത്ഥമാക്കുന്ന പ്രവചനം, ദാനിയേൽ പ്രവചനം, യേശു കർത്താവ് വിധിയാളനായി വരും എന്ന് പറയുന്ന ദാനിയേൽ പ്രവചനത്തെ കർത്താവ് ശരിവെച്ചപ്പോഴാണല്ലോ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിയത്. അപ്പോൾ രക്ഷകനും ദൈവവുമായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ പരിക്കുകളില്ലാതെ നമുക്ക് തന്നെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ വിധികർത്താവും അനുകരണീയമായ ഒരു മാതൃകയും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തെ നമ്മൾ മാറ്റിവെക്കുന്നു. ഇതിൻ്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവപ്രവർത്തകരും യുക്തിവാദികളും പറയുന്നത്, ആരാ തെറ്റ് ചെയ്ത്? മനുഷ്യൻ. ആരോടാ തെറ്റ് ചെയ്ത്? ദൈവത്തോട്. എന്നാൽ അങ്ങ് പുറത്താ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നത്. ഹോൾസെയിലായിട്ട് അങ്ങ് പുറത്താ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നത്. കുരിശിൽ മരിച്ചെന്ന് വിശ്വസിച്ചാൽ മതി, എന്ത് വേണേലും ആയിക്കൊള്ളാമെന്ന് പറഞ്ഞു. നമുക്കറിയാം, കുണ്ടുകുളം അച്ഛൻ പങ്കെടുത്ത ഒരു ഇസ്ലാമിക വേദിയിൽ, മതസൗഹാർദ്ദ വേദിയിൽ കുണ്ടുകുളം അച്ഛൻ പ്രസംഗിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഉസ്താദ് തിരുത്തി. അച്ഛൻ പറഞ്ഞതല്ല അതിൻ്റെ ശരി. യേശു ക്രിസ്തു പാപം മോചിക്കുന്നു, വിശ്വസിച്ചാലൊന്നും രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അച്ഛനെ തിരുത്തുന്ന വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പച്ചയ്ക്ക് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരത് പറയാൻ കാരണം? വിധികർത്താവായ അനുകരണീയ മാതൃകയായ യേശു ക്രിസ്തുവിനെ നമ്മൾ പരിചയപ്പെടുത്തുകയും പുറം ലോകത്തിന് നമുക്ക് തന്നെ പരിചയപ്പെടുത്തുന്നില്ല. അത് വളരെ പ്രയാസകരമായൊരു ജീവിതമാണ്. അതുകൊണ്ടാണല്ലോ ഇവൻ്റെ പ്രബോധനം കഠിനമാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇട്ടേച്ച് പോയി നമ്മൾ കാണുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വന്നാൽ മാത്രമേ വിമർശനങ്ങളെ അതിജീവിക്കുവാനും വിശ്വാസികളെ നിലനിർത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്തിനാണ്? ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ അനിവാര്യതയാണ്. ജനാധിപത്യ, മതേതര, മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നത് ക്രിസ്തുവാണ് എന്ന് നമുക്ക് പറയുവാനും, അതുകൊണ്ട് വികസനത്തിൻ്റെ കാര്യം, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, ജനാധിപത്യത്തിൻ്റെ കാര്യം, മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ, ദൈവമെന്ന കാര്യത്തിൽ, രക്ഷകൻ എന്ന രീതിയിൽ ക്രിസ്തു ഒരു അനിവാര്യതയാണ് എന്ന് മാറിയ കാലഘട്ടമനുസരിച്ച് നമുക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നുണ്ടോ? യുഗം മാറി, അപ്പോളജറ്റിക് യുഗത്തിലോട്ട് കടന്നു. എന്നിട്ട് നമ്മൾ ഇനിയും അമാന്തിച്ച് നിൽക്കുകയാണ്. ഭക്തയുഗത്തിലേക്ക് നിങ്ങൾ ഭക്തരായിരുന്നു കൊള്ളൂ എന്ന് പറയുകയാണ്. ഭക്തിയുള്ളവരാകും എന്നുള്ളതല്ല, അത് കറക്റ്റാണ്. പക്ഷേ ഭക്തരായിരുന്നു കൊള്ളൂ എന്ന് പറയുക. ഭക്തരെല്ലാ മതത്തിലുമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു സാധാരണ വിശ്വാസി എന്ന രീതിയിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ മറന്നു പോകുന്നത്, വിമർശനം എന്ന് പറയുന്നത് സൗജന്യ ചികിത്സയാണ് എന്ന് ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ, അല്ല ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ, സഭകൾ എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സൗജന്യമായി 10 പൈസ മുടക്കില്ലാതെ ലഭിക്കുന്നതാണ് വിമർശനം എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ, ഏഷ്യാനെറ്റിലും മനോരമയിലും ഒക്കെ ഇറങ്ങി നടക്കുന്നവരെല്ലാം കൃത്യമായി പറയാതെ,
കാടടച്ച് വെടിവെക്കുന്നവരെയല്ല ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ വിമർശനം എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് സൗജന്യമായി കിട്ടുന്ന ഒന്നാണ്. ഇവിടെ വീണ്ടും ഒരു എളിയ വിശ്വാസി എന്ന രീതിയിൽ, ഒരു ക്രിസ്ത്യാനിയാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, ആഗ്രഹമുള്ള വ്യക്തി എന്ന നിലയിലാണ് പറയുന്നത്. സഭയെക്കുറിച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്ത, സഭയൊരു ഗർഭപാത്രമാണ്, സഭയൊരു അമ്മയാണ്. സഭയുടെ അമ്മയാകുന്ന സഭയുടെ ഗർഭപാത്രത്തിലാണ് ഒരു വിശ്വാസി ജന്മം കൊള്ളുന്നത്. അവിടെയാണ് ആ സഭയാകുന്ന അമ്മയാണ് ഈ വിശ്വാസിക്ക് ജന്മം കൊടുക്കുകയും വിശ്വാസിയെ വളർത്തുകയും വിശ്വാസിക്ക് രോഗമുണ്ടായാൽ ചികിത്സിക്കുകയും അങ്ങനെ വിശ്വാസിയെ ശിഷ്യത്വത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന ശിഷ്യത്വ പരിശീലന കേന്ദ്രവും അമ്മയുമാണ് സഭയെന്ന് പറയുന്നത്. ഇതൊരു സാധാരണ വിശ്വാസിയുടെ കാഴ്ചപ്പാടാണ് കേട്ടോ, ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടല്ല. അപ്പോൾ സഭയൊരു അമ്മയാണ്, സഭയൊരു ശിഷ്യത്വ പരിശീലന കേന്ദ്രമാണ്. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് സഭ, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ശിഷ്യൻ, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഭക്തൻ, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഭക്ത. ഇത് പരിശീലിപ്പിക്കുന്ന പരിശീലന കേന്ദ്രവും ജന്മം കൊടുക്കുന്ന ഇടവും ഗർഭപാത്രവും അമ്മയുമാണ് സഭയെന്ന് ഈ കാലഘട്ടത്തിൽ സാധാരണ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് പങ്കുവെക്കുവാനുള്ള ചിന്ത.